പാർട്ടി അറിയത്തില്ല കേട്ടോ. സിദ് ബ്രോ അങ്ങനെ ഒരു രീതിയിൽ നമ്മളെ ഇത് ചെയ്തിട്ടുമില്ല. ഇപ്പോൾ നല്ലൊരു സർവ്വത്തിൽ പോകുന്ന ആളാണ് സിദ് ബ്രോ. അതിനകത്തൊരു മാറ്റമില്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു ബാർഗനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം പക്കായിട്ട് ചെയ്ത ഒരാളാണ് സിദ് ബ്രോ. അതുകൊണ്ട് ഇന്നും സിദ് ബ്രോ ഈ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. അല്ല, നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം. മീൻസ് കോവിഡ് എല്ലാം വന്നു കഴിഞ്ഞപ്പം ഞാൻ വിദേശത്താണല്ലോ, അങ്ങനെ വന്ന് അത് കൂട്ടിയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ടെക് ട്രാവലേറ്റ് ബൈ സുജിത് ഭക്തൻ. ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ടെക് ട്രാവലേറ്റ് എന്ന ചാനലും സുജിത് ഭക്തനും സുപരിചിതമായിരിക്കും. ചിലപ്പോൾ ഈ ഒരു വീഡിയോ സുജിത്തേട്ടനും കാണുന്നുണ്ടായിരിക്കും. സുജിത്തേട്ടൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സുജിത്തേട്ട നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം സുജിത്തേട്ടനോട് അങ്ങ് പറയുകയാണ്. സുജിത്തേട്ടന്റെ ഇന്ന് രാവിലെ ഇട്ട പുതിയ വീഡിയോയിലെ കുറച്ച് പോർഷൻസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി. ഡോണ്ട് ഫീൽ ബാഡ്, ഓക്കെ. ഞാനിത് പറയാൻ തന്നെ കാരണം സുജിത്തേട്ടൻ കാണുമെന്നെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് സുജിത്തേട്ടൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ സുജിത്തേട്ടൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ എന്താണെങ്കിലും തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് ട്രാവലിംഗ് ഒക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. ട്രാവലിംഗ് ഇഷ്ടമുള്ള എല്ലാവരും ഈ ട്രാവൽ വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അത്യാവശ്യം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള പല ട്രാവൽ വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യാറുണ്ട്. അബ്രോഡുള്ള പല ട്രാവൽ വ്ളോഗേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പം ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ സുജിത്തേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ പുള്ളിയുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്. അതുകൊണ്ടാണ് പുള്ളി ഒരു വീഡിയോ ഇട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ വീഡിയോ കണ്ടു. ഏകദേശം 10-42 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് സുജിത്തേട്ടൻ ഇന്ന് രാവിലെ ഇട്ടത്. ആൻഡ് ആ ഒരു വീഡിയോയുടെ തമ്മിൽ സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞു. ഇങ്ങനെയാണ് സുജിത്തേട്ടൻ ഇട്ടിരിക്കുന്നത്: സുജിത് ഭക്തൻ വെസസ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ്. പിന്നെ ടൈറ്റിലും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു സൈബർ ബുള്ളിങ്ങിനെ പറ്റിയും ആ ഒരു ടൈറ്റിലിൽ സുജിത്തേട്ടൻ പറയുന്നുണ്ട്. അപ്പം എന്താണ് സംഗതി എന്ന് കാണാൻ വേണ്ടി ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കി. പക്ഷെ നല്ല രീതിയിൽ സുജിത്തേട്ടൻ അതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ സുജിത്തേട്ടൻ ഒരു വിഷയം പറയുമ്പോഴത്തേക്ക് ആ വിഷയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു തീർക്കും. പക്ഷെ ഇത് പുള്ളിയുടെ ഒരു ട്രാവലിന്റെ ഇടയ്ക്ക് പുള്ളി ഓരോ പോർഷനായിട്ട് ഒരു വിഷയത്തെ പറ്റി പറയുന്നതാണ്. അപ്പം എന്താണെങ്കിലും സുജിത്തേട്ടൻ അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം അതാണ് സുജിത്തേട്ടൻ പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും സുജിത്തേട്ടൻ തന്നെ പറയട്ടെ, അതല്ലേ അതിന്റെ ഒരു രസം. എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യാം. ഇതാ കണ്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ എനിക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് തരികയുണ്ടായി. ഏതോ ഒരു പേജിൽ ഒരാൾ എന്നെക്കുറിച്ച് എഴുതിയൊരു പോസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര കമ്പയർ ചെയ്തിട്ട്, അതായത് സന്തോഷ് ജോർജ് കുളങ്ങര കഴിഞ്ഞാൽ നല്ല ട്രാവൽ വീഡിയോസ് ചെയ്യുന്നത് സുജിത്ത് ഭക്തനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതുന്നുണ്ട്. ഓരോ ആളുകൾക്ക് ഉള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അയാൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമല്ലായിരിക്കാം, ഇഷ്ടമാകുന്നവർ ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷ് ജോർജ് കുളങ്ങര എന്നൊരു പരാമർശം വന്നത് സഹിക്കാത്ത കുറേ ആളുകൾ എന്നെ കുറേ തെറിയൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം വി ഓൾ നോ ദാറ്റ് ഹു ഈസ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആരെയും എനിക്കെതിരെ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആളുകൾ എന്നെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും പോർഷൻ നിങ്ങൾ കേട്ടല്ലോ. അത് കഴിഞ്ഞ് പുള്ളി കുറച്ച് ട്രാവൽ ചെയ്തു. പിന്നെയും ഒരു സൈഡിൽ എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പിന്നെയും പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പോവാം. അപ്പം സുജിത്തേട്ടൻ പറഞ്ഞു തുടങ്ങിയ ആ ഒരു കാര്യം അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതായത് എന്നെ സംബന്ധിച്ചും സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി ഈസ് ഡിഫറെന്റ് ദാൻ രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ഒരു ട്രാവൽ സ്റ്റൈൽ ഉണ്ട്. ആൻഡ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുജിത് ഭക്തൻ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗറാണ്. സന്തോഷ് ജോർജ് കുളങ്ങര അതല്ല. മനസ്സിലായില്ലേ? ട്രാവൽ വ്ളോഗിങ്ങും സന്തോഷേട്ടൻ ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് ഈ വീഡിയോ കണ്ട് ഈ സുജിത്തേട്ടനെ തെറി പറയാൻ പോകുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ തെറി പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്നെ സംബന്ധിച്ച് ഇപ്പൊ കേൾക്കുമ്പോൾ സുജിത്തേട്ടൻ കാണുന്നുണ്ടെങ്കിൽ സുജിത്തേട്ട ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു കാര്യം കൂടെ പറയുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രാവൽ വ്ളോഗറാണ്. പക്ഷെ ഒരു നല്ല ട്രാവലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല സുജിത്തേട്ടാ നിങ്ങളൊരു ദ ബെസ്റ്റ് ട്രാവലർ ആണെന്ന്. ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ വീണ്ടും പറയുന്നു, കാരണം എനിക്ക് ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് ഫീൽ ബാഡ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ട്രാവൽ ബ്ലോഗർ ആണ് നിങ്ങൾ. അതിനകത്ത് ആർക്കും ഒരു ചോദ്യം ചെയ്യാനായിട്ട് ഇല്ല ആ ഒരു കാര്യത്തിൽ. ദ ബെസ്റ്റ് ട്രാവൽ വ്ളോഗർ കേരളത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരാൾ നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഹീസ് ഡിഫറെന്റ് ദാൻ സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് സാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പോകും പല രാജ്യങ്ങളിൽ, പുള്ളി വീഡിയോ ഷൂട്ട് ചെയ്യും, പുള്ളി ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് അവിടെ തന്നെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യല്ല.
പുള്ളി ഈ കളക്ട് ചെയ്ത പുള്ളി യാത്ര ചെയ്തെടുക്കുന്ന വീഡിയോകളെല്ലാം പുള്ളിയുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പുള്ളിയുടെ എഡിറ്റിംഗ് റൂമിലിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് പുള്ളി ഇവിടുന്നാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ പുള്ളി ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ ഇട്ട് പോകുന്ന ഒരാളല്ല. സുയിത്തേട്ടൻ ഡിഫറെന്റ് ആണ്. പുള്ളി ഒരു ട്രാവൽ വ്ളോഗറാണ്. പുള്ളി ട്രാവൽ ചെയ്ത് പുള്ളിയുടെ മുഖവും കാണിച്ച് പുള്ളി സംസാരിച്ച് പുള്ളി കഴിക്കുന്നതും കാണിച്ച് പുള്ളി എല്ലാം, അതാണ് ഡിഫറൻസ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ജോർജ് കുളങ്ങര സാറ് എൻ്റെ അറിവിൽ ഞാൻ കണ്ടതിൽ ഒരു വീഡിയോയിൽ പോലും പുള്ളിയുടെ മുഖം അങ്ങനെ കാണിച്ച് പുള്ളി വന്നിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ പറ. പുള്ളി ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലാണ് പുള്ളിയുടെ ആ ഒരു വീഡിയോ പുള്ളി ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായില്ലേ? സുയിത്തേട്ടൻ അങ്ങനെയല്ല. ഈസ് എ വ്ളോഗർ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോയി തെറി പറയാനും ഈ ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ നീ അവനെ കണ്ടുപിടിക്കുക ഇവനെ കണ്ടുപിടിക്കുക. ഓരോരുത്തർക്ക് ഓരോരോ സ്റ്റൈൽ ഉണ്ടേ. അത് ഓൾറെഡി ഉണ്ട്. അത് സ്റ്റൈലും പോട്ടെ, രണ്ടുപേരും ഡിഫറെന്റ്. മറ്റേ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അവർ ചെയ്യുന്ന ജോലിയിലാണെങ്കിൽ പോലും. സുയിത്തേട്ടന്റെ ഒരു പാഷൻ ആയിരിക്കാം ട്രാവലിംഗ്. അതിന്റെ കൂട്ടത്തിൽ പുള്ളി ക്യാഷ് ഉണ്ടാക്കുന്നതും ഇതിനകത്തൂടെയാണ്. മനസ്സിലായില്ലേ? അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഈസ് എ ഗ്രേറ്റ് ട്രാവൽ ബ്ലോഗർ ബട്ട് നോട്ട് എ ഗ്രേറ്റ് ട്രാവലർ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി അതും കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു പോവാം. എന്നെ സംബന്ധിച്ച് ഒരു ട്രാവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് പോയി നോക്കാം. ഞാൻ അത്യാവശ്യം മറ്റേ പൊക്കിപ്പറയൊന്നുമല്ല, അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു. ആ പരിപാടിയൊക്കെ നിർത്തിയിട്ടാണ് വന്നിരുന്നത് ഈ റിയാക്ഷൻ പരിപാടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് പൊട്ടും, എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ അടിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും ചുമ്മാ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ സ്പേസസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം എനിക്ക് പോയി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കോട്ടേജും പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം എവിടെ വേണം, എനിക്കിപ്പോൾ മൂന്നാർ പോകണമെങ്കിൽ അങ്ങനെ പോകാം, വേറെ സ്ഥലത്ത് എനിക്ക് മണാലിൽ പോകണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ എനിക്ക് പോകാൻ സ്റ്റേ ചെയ്യാം. അതൊക്കെ എൻ്റെ ഒരു ട്രാവലാണ്. ഇങ്ങനെയുള്ള അതും ഒരു വ്ളോഗ് ആക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഒരു ട്രാവൽ വ്ളോഗറായി മാറുന്നത്. ഞാൻ അങ്ങനെ ഒരു ട്രാവൽ വ്ളോഗറായി മാറാൻ ഒന്ന് ശ്രമിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്പേസിൽ പോകുന്ന ഞാനൊരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റ വീഡിയോ ഉള്ള ചാനലിൽ ഒരു ഒറ്റ വീഡിയോ, ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനൊരു ട്രാവലറാണ്. എനിക്കൊരിക്കലും ഒരു ട്രാവൽ വ്ളോഗറായി മാറാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ട്രാവൽ വ്ളോഗർ എന്ന് പറയുമ്പോഴത്തേക്ക് സുയിത്തേട്ടനൊക്കെ ആണെങ്കിലും ശരി, പുള്ളിയുടെ ആ ഒരു ട്രാവല് പുള്ളി എന്താണ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളി ഫോണും പിടിച്ച് നമ്മളോടും സംസാരിച്ച് നമ്മളെയും കാര്യങ്ങൾ കാണിച്ചു തരിക. എനിക്കത് പറ്റില്ല. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബസ് കയറി അല്ലെങ്കിൽ ഒരു ട്രെയിൻ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെയും കാണിച്ചത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഞാനായി ഇരിക്കുന്ന മൊമെന്റ്, ഇല്ലെങ്കിൽ ഞാനിപ്പം ഒരു മലയുടെ മണ്ടയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ചു, രാവിലെ ഒരു സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുക, അതപ്പം നിങ്ങളെയും കാണിച്ചതെന്ന് നിങ്ങളോട് ആ സൺറൈസിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാനത് ശ്രമിച്ചു. കാരണം ഞാനൊരു ട്രാവൽ വ്ളോഗർ ആകാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ആ ഒരു മൊമെന്റ് എനിക്കായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഹൈക്ക് ചെയ്ത് പോയിരിക്കുന്ന സ്ഥലം ഞാനായിട്ട് എൻജോയ് ചെയ്ത് ആ സമയത്ത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് ആ ഒരു ആ ഒരു മൊമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അത് നിങ്ങളെ കാണിക്കാനോ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ആ ഒരു മൊമെന്റ് ഞാനായിട്ടിരുന്ന് എനിക്ക് എൻജോയ് ചെയ്യണം, പീസ്ഫുള്ളി എൻജോയ് ചെയ്യണം. കൂടിപ്പോയി ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഷോർട്സോ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കും, പിന്നെ ഫോണെ തുറത്തില്ല ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യണം. അപ്പൊ ആ ഒരു സെക്കൻഡിൽ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് പണ്ടേ അറിയാം, പക്ഷെ അന്നൊന്നും നമ്മൾ ഈ വ്ളോഗിങ് പരിപാടിയും ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇത് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ആ ഒരു കാരണം ഒരു പ്രോപ്പർ ട്രാവലർ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അതായിരിക്കാം ഞാൻ ആരോടും തർക്കിക്കാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അതായിരിക്കാം ഒരു പ്രോപ്പർ ട്രാവലർ, ഒരു പ്രോപ്പർ ഒരു നേച്ചർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാൻ അങ്ങനെ കണക്റ്റായി പോകുന്ന ഒരാളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എൻ്റെ തല തിന്നാൻ ആരും വരണ്ട. ഇത് സുജിത്തേട്ടൻ കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കണക്ട് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു കമൻറ്റ് വന്നതിൻ്റെ ഒരു പോസ്റ്റ് വന്നതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പോസ്റ്റിന് താഴെ ഏകദേശം ഒരു 10-15 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു 500 കമൻറ്റുകൾ വന്നു. ആ കമൻറ്റുകളിൽ എന്നെ പോസിറ്റീവായിട്ട് പറയുകയും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ക്രിട്ടിസിസം നല്ലതാണ്, പോസിറ്റീവായിട്ട് പറയുന്നത് നല്ലതാണ്, പക്ഷേ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം വേണം. അതല്ലാതെ ഒരു കാര്യം അറിയാതെ കണ്ട് കുറേ കാര്യങ്ങൾ മോശമായിട്ട് പറയുമ്പോഴത്തേക്കിനും അതൊരു വ്യക്തി ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകത്തില്ല. എനിക്കറിയത്തില്ല എങ്ങനെയാണുള്ളത്. അപ്പോൾ കുറച്ച് ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കുറേ അമ്മാവന്മാരുണ്ട്. ഈ അമ്മാവന്മാരുടെയൊക്കെ വിചാരം ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്യുന്നത് വെറുതെ എന്തോ ഒരു കഷ്ടപ്പാടും ഇല്ലാതാണ്, ഒരു പണിച്ചെലവും ഇല്ലാതാണ്, ഒരു പൈസ ചെലവും ഇല്ലാതാണ്. അതിനകത്ത് വന്നിട്ട് കുറേ ആൾക്കാർ സന്തോഷ് ജോർജ് കുളങ്ങര എവിടെ കിടക്കുന്നു, ശ്രീത്വക്കൻ അവിടെ കിടക്കുന്നു,
അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? ഞാൻ ചോദിക്കുകയാണ്. ഞാനൊരിക്കലും ഞാൻ പറയുന്നില്ല, ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ അദ്ദേഹത്തെയൊക്കെ കണ്ടു തന്നെയാണ് ഞാനും ട്രാവൽ വ്ളോഗുകൾ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനുള്ള മറുപടി നേരത്തെ പറഞ്ഞു വെച്ചു. ഈ കമ്പാരിസൺ ഞാനങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. പിന്നെ പക്ഷേ സുചേട്ടൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമല്ലോ, അതിന് വേണ്ടിയാണ് ഞാനത് കേൾപ്പിച്ചത്. ആൾക്കാർ ഒരു പോസ്റ്റ് വന്നതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പോയി തപ്പി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം ഇല്ല, അതാരോ കളഞ്ഞു, ഇട്ട ആള് തന്നെ കളഞ്ഞു. അപ്പം എന്താണെങ്കിലും അതിൻ്റെ അടിയിൽ വന്നൊരു കമന്റിനെ പറ്റിയാണ് ഇനി സുചേട്ടൻ സംസാരിക്കാൻ പോകുന്നത്. ആ കമന്റ് സുചേട്ടനെ എനിക്ക് മനസ്സിലായത് സുചേട്ടൻ നല്ല സങ്കടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുചേട്ടൻ തപ്പിപ്പോയി അതിന്റെ പുറകെ സത്യാവസ്ഥ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അത് സുചേട്ടൻ ഇനി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേൾക്കുക അതും കൂടെ. ഇനി മറ്റേ അലിഗേഷനെ പറ്റി പറയാം. ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഒരാൾ താഴെ വന്ന് കമൻ്റ് ഇട്ടിരിക്കുകയാണേ. അയാളുടെ പേര് ജിജോ ജോർജ് മണ്ണപ്പറമ്പിൽ എന്നാണ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ആ പോസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല. അതിനകത്ത് പുള്ളി ഇട്ടിരിക്കുന്ന കമൻറ്റ്, സുജിത്ത് ഭക്തൻ കോട്ടയം കളത്തിപ്പിടിയിൽ ഒരു വലിയ ഹോട്ടലിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് അയാൾ 10,000 കൊടുത്തപ്പോൾ 25,000 കണക്ക് പറഞ്ഞ് മേടിച്ചത് അറിയാം. പൈസ കൊടുത്തില്ലെങ്കിൽ ഹോട്ടലിനെ നാറ്റിക്കും എന്ന് പറഞ്ഞ് എന്തായാലും ഐശ്വര്യമായി തുടങ്ങി ലക്ഷങ്ങൾ മുടക്കിയ ആ ഹോട്ടൽ പൂട്ടിക്കെട്ടിപ്പോയി. കാശിനോട് ആർത്തിയാണ്. സന്തോഷ് ജോർജ് അങ്ങനെയല്ല, ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് എൻ്റെ സഹപാഠിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നും പറഞ്ഞുകൊണ്ട് ഈ ആള് ഈ പോസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. രണ്ട് കാര്യം, ഇതിനകത്ത് സന്തോഷ് ജോർജ് കുളങ്ങരെ വലിച്ചിടേണ്ട ആവശ്യം എന്താ? സുചേട്ടാ, സന്തോഷ് ജോർജ് കുളങ്ങര ആ ചേട്ടൻ വലിച്ചടയ്ക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് നാട്ടുകാരോടൊന്ന് അറിയിക്കണം. അതായത് ഞാനും സന്തോഷ് ജോർജ് കുളങ്ങരയും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളാണെന്ന് പുള്ളിക്ക് ആരോടെങ്കിലും ഒക്കെ പറയണം. അതിന് പുള്ളിക്ക് ഒരു സ്പേസ് കിട്ടിയപ്പം പുള്ളി അതങ്ങ് ഛർദ്ദിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ആ പുള്ളി ഇട്ട കമന്റ് ഇനി സുചേട്ടൻ, ഞാനത് വെക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കുറച്ചുണ്ട്, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറച്ചുണ്ട്, ഞാൻ വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സുചേട്ടൻ ഈ ഒരു കാര്യം, ഈ ഒരു ആള് കമന്റ് ഇങ്ങനെ ഇട്ടു, സുചേട്ടൻ എവിടെയോ ചെന്ന് കോട്ടയത്തെ കാണ്ടി എന്നിട്ട് പൈസ കൂടുതൽ ചോദിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആള് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന വലിയൊരു അലിഗേഷനാണ്. സുചേട്ടൻ നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അതങ്ങോട്ട് തെളിയിച്ചു കൊടുക്കുന്നുണ്ട്, പുള്ളി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സുചേട്ടൻ തന്നെ പറയുന്നുണ്ട്, നീ പറഞ്ഞ 50,000 25,000 ഒന്നുമല്ല, ഞാൻ അതിൽ കൂടുതലാണ് മേടിക്കുന്നത്. പുള്ളി ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ. എനിക്കതാണ് പിന്നെ ആസ് എ ഹ്യൂമൻ ബീങ് കുറച്ചും കൂടെ എനിക്ക് പുള്ളി ഇഷ്ടം. പുള്ളി ഉള്ള കാര്യം പറയുന്നുണ്ട്, അതൊന്നുമല്ല ഞാൻ അതിന്റെ അപ്പുറത്തെ കാശ് ഞാൻ മേടിച്ചു, അവരെനിക്ക് തന്നു. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഈ വ്യക്തി കമന്റിൽ ഇട്ടേക്കുന്ന പോലെ തന്നെ ആ ഹോട്ടൽ പൂട്ടിപ്പോയി. പക്ഷെ ആ ഒരു ഹോട്ടൽ പൂട്ടിപ്പോകാൻ കാരണം ഇതൊന്നും അല്ല. അത് അതിന്റെ ഓണർ തന്നെ സംസാരിക്കുന്ന ക്ലിപ്പും ഒക്കെ സുചേട്ടൻ വെച്ചിട്ടുണ്ട് സുചേട്ടന്റെ വീഡിയോയിൽ. അതായത് ആ ഹോട്ടൽ പൂട്ടിപ്പോകാൻ കാരണം നമ്മുടെ കോവിഡ് വരുന്നതിന് കുറച്ച് മുമ്പ്, ഏകദേശം ഒരാഴ്ച മുമ്പാണ് സുചേട്ടൻ പോയി അവർ പ്രൊമോഷൻ വീഡിയോ എടുത്തു കൊടുത്തത്. നല്ല കാശും മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം കോവിഡ് വന്നപ്പോൾ ആ കട പൂട്ടിപ്പോയി, അത്രേ ഉള്ളൂ. ആ ഓണർ തിരിച്ച് ഗൾഫിലേക്ക് പോയപ്പോൾ അയാൾ ആ കട വേറൊരാൾക്ക് വിറ്റു. ഇത്രയും ഇത് ഓണർ തന്നെ സുചേട്ടനോട് സംസാരിക്കുന്ന ഒരു ക്ലിപ്പും ഒക്കെ, വോയിസ് ക്ലിപ്പും ഒക്കെ സുചേട്ടൻ കേൾപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ വന്നിടുന്ന ഈ കമന്റ് ഇട്ട ഇപ്പൊ ഇതുപോലുള്ള UK കണ്ടാന്ന് തോന്നുന്നു ആ അമ്മാവൻ. ഞാനിവിടെ ഒന്ന് കാണിച്ചേക്കാം. ആ അമ്മാവന്റെ പ്രൊഫൈല് ഞാൻ പോയി, അമ്മാവൻ UK. അപ്പൊ അവിടെ ഇരുന്നോട്ട് ചുമ്മാ അങ്ങോട്ട് ഒരു കൊണയടി നമ്മൾ പറയത്തില്ലേ, അത്രേ ഉള്ളൂ. ഇതുപോലുള്ള അമ്മാവന്മാര് കുറേ ഉണ്ട് ഈ ഫേസ്ബുക്കിൽ. ചുമ്മാ വന്നിരുന്ന് ഒന്ന് സ്വീറ്റേട്ടാ, അമ്മാവനല്ലേ സ്വീറ്റേട്ടാ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുള്ളിക്ക് ഛർദ്ദിക്കണം. പുള്ളി സന്തോഷ് ജോർജ് കുളങ്ങര മറ്റേ കയ്യും പിടിച്ചിരുന്ന ടീമാണ്. പുള്ളിക്ക് ആരോടും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ പുള്ളി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് പുള്ളിയെ താങ്ങാനായിട്ട് ചെല്ലും, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു ഷോ ഓഫ് ആണ് പുള്ളി ഇവിടെ കാണിച്ചത്, അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് സുചേട്ടൻ അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഹോട്ടലിന്റെ ഓണർ, ഇയാൾ ഈ പറഞ്ഞ ഹോട്ടലിന്റെ ഓണറും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പും ഒക്കെ അവിടെ കേൾപ്പിക്കുന്നുണ്ട്. പുള്ളിയൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിടും. എനിക്കത് വീണ്ടും അതും കൂടെ പ്രൂഫും കൂടെ ഒക്കെ വെച്ച് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം അതുണ്ട് സുചേട്ടന്റെ വീഡിയോയിൽ. ഞാൻ അതും കൂടെ ഇനിയും പറഞ്ഞു പോയാൽ പോരെ, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഈ കമന്റുകളും കാര്യങ്ങളെ പറ്റിയൊക്കെ സുചേട്ടൻ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മറ്റേ ഛർദ്ദിക്കാൻ പറഞ്ഞിട്ട്, അത്രേ ഉള്ളൂ. അത് ഇനിയിപ്പോ സുചേട്ടൻ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനി ഇതുപോലുള്ള അലിഗേഷൻസ് വരും സുചേട്ടാ. കാരണം മനുഷ്യന്മാർ ഇങ്ങനെയാണ്. പിന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം, അവിടെ ഇങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടി അങ്ങോട്ട് കിടക്കുന്ന കുറെ ചേട്ടൻ പറഞ്ഞ കണക്ക് അമ്മമാരുണ്ട്. അവരിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കണ്ടാലും, നിങ്ങളിപ്പോ ഇനി വന്നിട്ട് ഒരു പുതിയ കാറ് മേടിച്ച് എന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിൽ കുഴപ്പമൊന്നും കാണത്തില്ല, ഫേസ്ബുക്കിലിട്ട് അതിന്റെ അടിയിലും വരും, നീ ടൂറ് പോയി ഉണ്ടാക്കിയ കാശില്ലടാ, നിനക്ക് പണിയെടുത്ത് ജീവിച്ചോടാ എന്നും പറഞ്ഞ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ സുചേട്ടൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പണിയെടുത്തല്ല സുചേട്ടൻ ചുമ്മാതെ എവിടെയോ ഫ്രീ ആയിട്ടൊക്കെയാ ട്രാവൽ ചെയ്യുന്ന, കാശിന്റെ എന്തൊക്കെയോ അങ്ങനെയുള്ള കുറെ അലിഗേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ആ മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒന്നാണ്,
ആ പുള്ളിയുടെ ഭാര്യയും മോനെയൊക്കെ നാട്ടിൽ കൊച്ചിയിലെ ഫ്ലാറ്റിൽ ഇരുത്തിയിട്ട് പുള്ളി ഭാര്യയും മോനെയൊക്കെ വിട്ട് പുള്ളി കറങ്ങി നടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് പുള്ളിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഒരു കഷ്ടപ്പാടാണ് സ്വന്തം ഭാര്യയും മകനെയൊക്കെ ഇവിടെ വിട്ടിട്ട് അവരെ കാണാതെ പോവാന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് പുള്ളിയുടെ പാഷനും പുള്ളിക്ക് കാശുണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ കാശുണ്ടാക്കാതെ വെറുതെ മറ്റേ മാങ്ങ പറിക്കാനല്ല പുള്ളി ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ആണോ സുഹിത്തേട്ടാ? പുള്ളിക്കും കാശ് വേണം, പുള്ളിക്കും വേണം കാശ്. ഇതിപ്പോ ഞാനെടുത്ത് റിയാക്ട് ചെയ്യുന്നത്, എനിക്കും കാശ് വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചൊറിച്ചിലും പരിപാടി അത് മനുഷ്യന്മാർക്കുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല സുഹിത്തേട്ടാ കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാർ അത് നിർത്തുമെന്നൊക്കെ. അത് അജീവനാന്തം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നോക്കിയും കണ്ടുമൊക്കെ ഇനി അങ്ങോട്ട് ഈ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ അടിക്കാനിരിക്കുക ഫേസ്ബുക്കിൽ. കാരണം ഇങ്ങനെയുള്ള തിരിച്ചടികൾ കിട്ടും. അപ്പൊ പിന്നെ ഈ കൂത്തി ഇരുന്ന് മേടിക്കേണ്ട വരും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോട്ടോ, ഞാൻ അപ്പാപ്പന്റെ ഫോട്ടോ ഇവിടെ കാണിക്കാൻ കേട്ടോ, വേണമെങ്കിൽ തമ്മിലും കൊടുത്തേക്കാം. ഇതുപോലുള്ള അപ്പാപ്പന്മാരൊക്കെ ഒന്ന് ഓർത്തിരുന്നു. ചുമ്മാ വന്നിങ്ങനെ അടിക്കുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ചാൽ മതി, തിരിച്ചടി കിട്ടും. അപ്പൊ നാണക്കേടായിരിക്കും, വൻ നാണക്കേടായിരിക്കും. അതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അത്രേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക. സുഹിത്തേട്ടാ ഡോണ്ട് ഫീൽ ബാഡ്, എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ആ കമന്റ് ഇട്ട അമ്മാവനെ മെയിൻ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. സുജിത്തേട്ടൻ ആ ഹോട്ടലുകാരുടെ മറ്റേ ചോദിച്ച് കുത്തിനെ പിടിച്ച് പൈസ മേടിച്ചു. ആ ഒരു മോഡില് കുത്തിനെ പിടിച്ച് മേടിച്ചെന്നല്ല, ആ ഒരു മോഡിലൊക്കെയാ കാശ് മേടിച്ച്, ഭീഷണിപ്പെടുത്തി കാശ് മേടിച്ചു എന്നൊക്കെ ആ അമ്മാവനെ കമന്റിൽ ഇട്ടിട്ടുണ്ട്. അമ്മാവനോട് ആരാ അമ്മാവ ഇതൊക്കെ പറഞ്ഞത്? അമ്മമ്മൻ പറഞ്ഞു, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണ്ടേ? ചുമ്മാ എവിടുന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതും കേട്ട് വന്നിരുന്ന് കമന്റ് എഴുതി ഇടുമ്പത്തേക്ക് ഇങ്ങനെ കിട്ടും കേട്ടാ, ഇങ്ങനെ കിട്ടും.